1994 സെപ്റ്റംബർ മാസം ബാൾട്ടൻ കടലിന്റെ ആഴങ്ങളിൽ മുങ്ങിപ്പോയ ഒരു കപ്പലുണ്ട് നമ്മുടെ ചരിത്രത്തിൽ. എങ്ങനെ തകർന്നു എന്നത് ഇന്നും ഉത്തരമറിയാത്ത ഒരു ചോദ്യമാണ്. ആ കപ്പലിന്റെ അവശിഷ്ടങ്ങൾക്കൊപ്പം 852 ജീവനുകൾ അടക്കം ചെയ്ത ആഴത്തെ പിന്നീട് ശ്മശാനമാക്കി മാറ്റുകയായിരുന്നു ഭരണകൂടം. കപ്പലിന്റെ രഹസ്യം തേടി ഇറങ്ങിയവർക്ക് ആർക്കും ഒന്നും കണ്ടെത്താനായില്ല. ഇന്ന് പറയുന്നത് കടലാഴങ്ങളിൽ ലയിച്ച ആ ദുരൂഹതയെക്കുറിച്ചാണ്. അതിനു മുൻപ് നിങ്ങൾക്കറിയാവുന്ന കപ്പൽ ദുരന്തം ഏതാണെന്ന് ഞങ്ങളോട് പറയൂ. നമുക്ക് പറ്റുമെങ്കിൽ ആ ചരിത്രം അടുത്ത വീഡിയോ ആയി ചെയ്യാമല്ലോ. നേരെ വീഡിയോയിലേക്ക് പോകാം. 1994 സെപ്റ്റംബർ 27 പാതിരാത്രി ബാൾട്ടിക് കടലിൽ അസാധാരണമായി ഉയർന്ന തിരമാലകളെ കീറി മുറിച്ചു പോവുകയായിരുന്നു MS ഇസ്തോണിയ എന്ന യാത്രാ കപ്പലിൽ നിന്നും ഒരു വലിയ ശബ്ദമുയർന്നു. ഒടുവിൽ വലിയ വിസ്ഫോടനത്തോടെ ആ വലിയ കപ്പൽ ബാൾട്ടിക് കടലിന്റെ ആഴങ്ങളിലേക്ക് ചെരിയുന്നു. ഇസ്തോണിയയിലെ ടാലിനിയിൽ നിന്ന് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലേക്കുള്ള MS ഈസ്തോണിയയുടെ യാത്ര അങ്ങനെ പാതി വഴിയിൽ അവസാനിച്ചു. അപ്രതീക്ഷിതമായ വിധിയിൽ ആടിയുലഞ്ഞ കപ്പൽ 989 പേരുടെ ജീവനും പേറി കടലാഴങ്ങളിൽ ചെന്നു പതിച്ചു. അപായ സന്ദേശം ലഭിച്ച് അർദ്ധരാത്രി തന്നെ രക്ഷാസംഘം എത്തിയെങ്കിലും അവർക്ക് കരയ്ക്കടുപ്പിക്കാനായത് 137 പേരെ മാത്രമാണ്. ബാക്കിയുണ്ടായ 852 പേർ ആ തണുപ്പിലേക്ക് എന്നേക്കുമായി ലയിച്ചു ചേർന്നു. 852 പേരുടെ ജീവനെടുത്ത കപ്പൽ ഇന്നും കടലിൽ അമർന്നിരിക്കുകയാണ്. ശരിക്കും എന്താണ് കപ്പലിന് സംഭവിച്ചത്? തിരമാലകളിലും കൊടുങ്കാറ്റിലും പെട്ട് അത് മുങ്ങുകയായിരുന്നോ? അതോ ആരെങ്കിലും അപകടത്തിൽപ്പെടുത്തിയോ? ബാൾട്ടിക്കിന്റെ ആഴങ്ങളിൽ ഇന്നും മറഞ്ഞിരിക്കുകയാണ് ആ രഹസ്യം. പല അന്വേഷകരും രഹസ്യം തേടി അങ്ങോട്ടേക്ക് പോയെങ്കിലും ഒരു തുമ്പും ഉണ്ടാക്കാനായില്ല. എന്നാൽ കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് 3 രാജ്യങ്ങൾ. യൂറോപ്പിലെ ഏറ്റവും വലിയ കടൽ ദുരന്തങ്ങളിൽ ഒന്നിനു പിന്നിലെ യാഥാർത്ഥ്യം 1/4 നൂറ്റാണ്ടിനപ്പുറം ദുരൂഹമായി തുടരുന്നു. സ്വീഡൻ, ഫിൻലാൻഡ്, ഇസ്തോണിയ സർക്കാരുകളാണ് MS ഇസ്തോണിയ ദുരന്തത്തിന്റെ നിർണായക വിവരങ്ങൾ കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ശക്തമായ തിരമാലയിൽപ്പെട്ട് കപ്പലിന്റെ ബോവൈസർ തകരാറിലായതാണ് ഫെറി മുങ്ങാൻ കാരണമെന്നായിരുന്നു 1997 ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ വിശ്വാസം അർപ്പിക്കുകയാണെന്നാണ് 3 രാജ്യങ്ങളും അറിയിച്ചത്. എന്നാൽ ദുരന്തത്തിന്റെ 26ാം വാർഷികത്തിന്റെ ഭാഗമായി ഇതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ഡോക്യുമെന്ററി മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചിരുന്നു. കപ്പലിന്റെ ഒരു ഭാഗത്ത് 4 മീറ്ററോളം വീതിയുള്ള ഒരു വിള്ളൽ ഉണ്ടായതായും ഡോക്യുമെന്റിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. കപ്പലിൽ നടന്നത് സ്ഫോടനമാണെന്ന നിഗമനത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. കപ്പലിന് സംഭവിച്ച തകരാറായിരിക്കണം അപകടത്തിലേക്ക് നയിച്ചതെന്ന് നാവിക വിദഗ്ധരും ഡോക്യുമെന്ററിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ കപ്പലിൽ ദ്വാരമുണ്ടായതു കാരണമാണ് അപകടമുണ്ടായതെന്ന സിദ്ധാന്തത്തെ 3 രാജ്യങ്ങളും തള്ളിക്കളഞ്ഞു. തുടർന്ന് സ്വീഡൻ, ഫിൻലാൻഡ്, ഇസ്തോണിയ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഡോക്യുമെന്ററിയിലെ വിവരങ്ങൾ പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയത്. കപ്പൽ ദുരന്തത്തിൽ മരിച്ചവരുടെ സ്മരണയ്ക്കായി മുങ്ങിയ കപ്പലിന്റെ ഭാഗം ഇപ്പോഴും കടലിന്റെ അടിയിൽ സംരക്ഷിക്കുകയാണ്. ഈ കപ്പലിന്റെ സംരക്ഷണത്തിനായി 1995 തന്നെ ഒരു കരാറും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിനോടുള്ള പൂർണ്ണ ബഹുമാനത്തോടെ ആയിരിക്കും പരിശോധനകളെന്നും മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജലനിരപ്പിൽ നിന്ന് 80 മീറ്റർ താഴെ കടലിന്റെ അടിത്തട്ടിലാണ് കപ്പലിന്റെ അവശിഷ്ടം ഇപ്പോൾ ഉള്ളത്. അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കപ്പലിനോടൊപ്പം തന്നെ സംസ്കരിക്കപ്പെട്ടതായാണ് കരുതുന്നത്. ശ്മശാനമായി കണ്ട് സംരക്ഷിക്കുന്ന ഈ ആഴങ്ങളിൽ ഇടപെടൽ നടത്തുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ നിയമപ്രകാരം അത് ക്രിമിനൽ കുറ്റമാകുമെന്നതാണ് മറ്റൊരു സത്യം. അപകടം നടന്ന ഇടം രാജ്യാന്തര യാത്രാ മേഖലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രദേശം വഴി ആരെങ്കിലും സഞ്ചരിച്ചാൽ തടയാൻ ഫിൻലാൻഡ്, സ്വീഡൻ കോസ്റ്റ് ഗാർഡുകൾക്ക് സാധിക്കുകയുമില്ല. ജർമ്മൻ കപ്പൽ നിർമ്മാണ കമ്പനിയായ മയാ വെഡ്സ് ആണ് 1979-80 MS ഈസ്തോണിയ നിർമ്മിക്കുന്നത്. 1994 സ്വീഡൻ ഐലാൻഡ് ദ്വീപുകൾ, ഫിൻലാൻഡ്, ഈസ്തോണിയ എന്നിവയ്ക്കിടയിലെ ബാൾട്ടിക് കടലിൽ കപ്പൽ മുങ്ങുകയായിരുന്നു. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കടൽ അപകടമായിട്ടാണ് ഈസ്തോണിയ ദുരന്തത്തെ കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ പേർ മരിച്ച 2ാമത്തെ യൂറോപ്യൻ കപ്പൽ ദുരന്തവും ഇതാണ്. ഇവിടെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് പേരുകേട്ട ടൈറ്റാനിക് കപ്പൽ ദുരന്തം തന്നെയാണ്. MS ഈസ്തോണിയ കപ്പലിന്റെ നിർമ്മാണത്തിലെ പാളിച്ചകളാണ് ദുരന്തത്തിന് കാരണമെന്നതായിരുന്നു സ്വീഡിഷ് സർക്കാർ നിയോഗിച്ച സമിതിയുടെ കണ്ടെത്തൽ. എന്നാൽ മികവുറ്റ ലക്ഷറി യാത്രാ കപ്പലുകൾ നിർമ്മിക്കുന്ന മയാ വെർട്ടിൽ നിന്ന് അത്തരമൊരു പാളിച്ച സംഭവിക്കില്ലെന്ന വാദം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇന്നും കപ്പൽ നിർമ്മാണ മേഖലയിലെ അതികായരാണ് ഇവർ. 1994 സെപ്റ്റംബർ 27 വൈകിട്ട് 6:30 ടാലിനിയിൽ നിന്നും പുറപ്പെട്ട കപ്പൽ പിറ്റേ ദിവസം രാവിലെ 9:30 സ്റ്റോക്ക്ഹോമിൽ എത്തേണ്ടിയിരുന്നത്. 803 യാത്രക്കാരും 186 ജീവനക്കാരും ഉൾപ്പെടെ 989 പേരാണ് ആകെ കപ്പലിലുണ്ടായിരുന്നത്. ഇതിൽ ഭൂരിഭാഗം പേരും സ്വീഡൻ ജനതയായിരുന്നു. അപകടം നടക്കുന്ന സമയത്ത് കാലാവസ്ഥ വളരെ മോശമായിരുന്നെന്നും സെക്കൻഡിൽ 15 മുതൽ 20 മീറ്റർ വേഗത്തിൽ കാറ്റ് വീശിയിരുന്നെന്നുമായിരുന്നു ദുരന്തത്തിന്റെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത്.
കടലിലെ തണുപ്പായിരുന്നു മിക്കവരെയും മരണത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് മറ്റൊരു സത്യം. പുലർച്ചെ 1 മണിയോടെ കപ്പലിൽ നിന്ന് വൻ ശബ്ദം കേട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഭീമൻ തിരമാലകൾ ബോവൈസറുകളിൽ ഇടിച്ചതാണ് ഇതിനു കാരണമെന്നാണ് കരുതപ്പെടുന്നത്. തുർക്ക് ദ്വീപുകളുടെ സമീപത്തായിരുന്നു ഈ സമയത്ത് കപ്പലുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പരിശോധിച്ചപ്പോൾ കപ്പലിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലത്രേ. പിന്നീട് 10 മിനിറ്റിനുള്ളിൽ യാത്രക്കാരും ജീവനക്കാരും ശബ്ദങ്ങൾ വീണ്ടും കേൾക്കാൻ തുടങ്ങി. പുലർച്ചെ 1:15 ആയതോടെ കപ്പലിന്റെ ബോർഡോർ തുറന്നു. വെള്ളം കയറിയതോടെ കപ്പൽ ചെരിയാൻ തുടങ്ങി. പുലർച്ചെ 1:50 ഫെറി 90 ഡിഗ്രി ചെരിഞ്ഞെന്നാണ് വിവരം. 1:50 മറ്റു കപ്പലുകളുടെ റഡാർ സ്ക്രീനിൽ നിന്ന് MS ഈസ്റ്റോണിയയെ കാണാതാവുന്നത്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ മറ്റു കപ്പലുകൾ 34 പേരെയും ഹെലികോപ്റ്ററുകൾ 104 പേരെയും രക്ഷിച്ചു. 852 പേരാണ് ആകെ മരിച്ചത്. ആകെ 94 മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെടുത്തത്. അപകടം നടന്ന് 33 ദിവസങ്ങൾക്ക് ശേഷമാണ് പല മൃതദേഹങ്ങളും കരയ്ക്കെത്തുന്നത്. ഒരാളുടെ മൃതദേഹം 18 മാസങ്ങൾക്കു ശേഷം ലഭിച്ചിട്ടുള്ള ചരിത്രവും ഈ കപ്പൽ ദുരന്തത്തിന്റെ കാണാപ്പുറങ്ങളാണ്. പിന്നീട് വന്ന സ്വീഡിഷ് സർക്കാരുകളെല്ലാം തന്നെ കപ്പലിനോടൊപ്പം തന്നെ മൃതദേഹങ്ങളും കടലിൽ നിലനിർത്താൻ തീരുമാനിച്ചതാണ് തർക്കങ്ങൾക്കും ദുരൂഹതകൾക്കും തുടക്കമിട്ടത്. മരിച്ചവരുടെ ബന്ധുക്കൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അതൊരു ദുരന്ത സ്മാരകമായി നിലനിർത്താനായിരുന്നു സർക്കാരിന്റെ തീരുമാനം. അതേസമയം കപ്പലിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നെന്നും അവ പൊട്ടിത്തെറിച്ചതാണെന്നുമാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും ശക്തമായ ഒരു വാദം. റഷ്യയിൽ നിന്നും സ്വീഡനിലേക്കും അവിടെ നിന്നും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും ആയുധങ്ങൾ കടത്താനായിരുന്നു പദ്ധതിയെന്നും പറയപ്പെടുന്നുണ്ട്. അപകടത്തിന് പിന്നാലെ കപ്പലിന്റെ ബോവൈസർ എടുത്തു മാറ്റിയതും ഈ സംശയം ബലപ്പെടുത്തി. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും നിറച്ച് വാഹനങ്ങൾ കപ്പലിൽ സൂക്ഷിച്ചിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കപ്പലിൽ തുടർച്ചയായി കേട്ട ശബ്ദം സ്ഫോടനങ്ങളുടേതാണെന്നും നിഗമനങ്ങൾ വന്നു. എന്നാൽ കൂറ്റൻ തിരമാലകൾ കപ്പലിൽ ആഞ്ഞടിച്ചതിന്റെ ശബ്ദമായിരുന്നു എന്നാണ് അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. കപ്പലിന്റെ അവശിഷ്ടങ്ങളുടെ ലബോറട്ടറി പരിശോധനയിൽ സ്ഫോടനം നടന്നതായി കണ്ടെത്തിയെന്ന വിവരം ജർമ്മൻ മാധ്യമ പ്രവർത്തകയായ ജൂട്ട റിബെ ന്യൂ സ്റ്റേറ്റ്സ്മാൻ മാഗസീനിലൂടെ പുറത്തുവിട്ടിരുന്നു. സ്വീഡിഷ്, ബ്രിട്ടീഷ്, റഷ്യൻ സർക്കാരുകളുടെ അറിവോടെയാണ് സംഭവങ്ങളെന്നും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പൽ സൈനിക കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുവെന്നും അവർ വ്യക്തമാക്കി. റഷ്യ തന്നെയാണ് ടോർപിഡോ ഉപയോഗിച്ച് കപ്പൽ തകർത്തതെന്നും വാദങ്ങളുണ്ട്. എന്നാൽ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ സംഘം ഇത്തരം വാദഗതികളെല്ലാം തള്ളിക്കളയുകയായിരുന്നു. നിങ്ങൾക്ക് ഈ കപ്പൽ ദുരന്തം ആരുടെയെങ്കിലും പദ്ധതിയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.